വിജയരാഘവൻ. അതാരായിനി? ഹായ് ഹായ്. ഹായ്. ബിൽറ്റ. ബിൽറ്റ. ഞാൻ ആരെന്നറിയോ? ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാ? ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളുടെ പേരറിയില്ല പറഞ്ഞിട്ട് എനിക്ക് ട്രോളാവും. ഇതുവരെ എനിക്ക് ട്രോൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. ആണോ? ഇനിയിപ്പോ എബ്രഹാമിന്റെ സന്തതികൾ എന്ന ഹിറ്റ് മൂവിയിലൂടെ പ്രശസ്തനായ ആന്റണി ചേട്ടനാണ്. ആൻസൺ ആണോ? അയ്യോ, നമ്മള് പരിചയമില്ലായിരുന്നു. എന്നോടൊന്നും തോന്നരുത്. കുട്ടിയെടുത്ത് നിൽക്കുന്നു. പ്രേമം പരിപാടീസ് ഒന്നുമില്ല. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. എബ്രഹാമിന്റെ സന്തതികളിലുണ്ട്. ഉണ്ടോ? ആ ഇല്ലേ? അത് ഞാനാണോ? എന്റെ ഹാപ്പിനെസ് ഫുഡ് കഴിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സാഡ് ആയിട്ടിരുന്ന ഞാൻ പോയി എന്തെങ്കിലും നല്ല ഞാൻ എനിക്ക് പോകാതിരിക്കുന്ന സപ്പോർട്ട് അല്ലേ? അതെ അതെ അതെ. പിന്നെ ഒരു തമിഴ് തെലുങ്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലു അർജുൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. ഓ, ആദ്യത്തെ പടം കമലഹാസൻ സാറായിരുന്നു ചെയ്തത്. പിന്നെ രണ്ടാമത്തെ പടം വിക്രം സാറാണ് ചെയ്തത്. മൂന്നാമത്തെ പടം ഞാൻ ചെയ്തു. ദേഷ്യപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ അത് കാരണമുള്ള കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടണമല്ലോ. ചേട്ടനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ബിക്കോസ് അതൊരു അഡ്വൈസ് പോലെ എൻ്റെ അടുത്ത്. പുള്ളിക്കാരൻ ഇപ്പം എന്തിനാണ് ഇപ്പം എന്നെ നന്നാക്കിയിട്ട് പുള്ളിക്ക് എന്ത് കിട്ടാനാണ് അല്ലേ? പക്ഷെ അപ്പോൾ അത് പറയുന്നത് എന്നിലോടുള്ള ഒരു കരുതൽ കാരണമാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ പുള്ളിയോട്. ഞാൻ പോവാ. സത്യമായിട്ട് എന്നെ പറ്റിച്ചതാണ് ഗൈസ്. ഞാൻ സീരിയസ്ലി പറയാം. ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ വേറൊരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ഫുള്ള് ചെയ്യാൻ വേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. പക്ഷെ ഞാൻ കണ്ടു. എൻ്റെ ഒരു ആത്മാർത്ഥത ചേട്ടൻ മനസ്സിലായോ? എൻ്റെ ഫ്രണ്ട്സ് കാണാൻ പോവായിരുന്നു ഓൾറെഡി. ഇപ്പം ഞാൻ വീട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല വീട്ടിൽ പോകാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു സീറ്റ് നിങ്ങളുടെ കൂടെ തന്നെ വേണ്ട, ബാക്കിലാണെങ്കിലും ഇരുന്നാണ് പറഞ്ഞു. അപ്പം 4 പേരുണ്ടായിരുന്നു. ഒരുത്തൻ ബാക്കിലിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇരുന്നു. പുള്ളിയുടെ കുറേ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. ഉള്ള സിനിമ ലൈക്ക് ചെറിയ മറ്റേ രാംജിറാവ് സ്പീക്കിംഗ് അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ പൂക്കാലം മൂവി ഞാൻ കണ്ടിട്ടില്ല. നല്ല സിനിമയാണല്ലേ? ആ പിന്നെ. പക്ഷെ ഗോഡ് ഫാദറിൽ അച്ഛനല്ലേ ഉള്ളത്? ഇല്ല ഇല്ലെന്ന് അങ്ങനെയൊന്നും പറയില്ലേ. എനിക്കൊരു ടെൻഷൻ ഉള്ള ടെൻഷൻ ആവശ്യം കണ്ടിട്ടില്ല. അതെങ്ങനെയാണ് പുള്ളി ഭയങ്കര പ്രായമായിട്ടുള്ള ഒരാളായിട്ട് അഭിനയിക്കണല്ലേ? മൈൽസ്റ്റോൺ മേഗർ സ്ട്രെസ് അങ്ങനെ പറയാം. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കുട്ടേട്ടനാണ്. പുള്ളിനെ പറ്റി ഒരാള് പറഞ്ഞതാ. അപ്പൊ പപ്പുചേട്ടനോട് അവിടെ ഇരുന്നിട്ട് ഞാൻ അതല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാം എന്നാ നമ്മളുടെ സ്വന്തം കുട്ടേട്ടനാ, മലയാള സിനിമയുടെ കുട്ടേട്ടനാണ് ഇന്ന് എന്റെ കുട്ടൻ മാമൻ എന്നല്ല, കുട്ടേട്ടൻ പുള്ളിനെ എല്ലാരും വിളിക്കണേ. നമ്മളുടെ സ്വന്തം കുട്ടേട്ടനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളതെന്ന് പറയാം. ലൈക്ക് എനിക്കാണല്ലോ ബാക്കി എല്ലാവർക്കും കുട്ടേട്ടനാണ്. ചേട്ടാ മാമാന്ന് വിളിച്ചോട്ടെ എങ്ങനെയെന്ന് ഞാൻ എന്താ വിളിക്കണ്ടേ ചോദിക്കാം. ഞാൻ കുട്ടേട്ടൻ എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ ചോദിക്കട്ടെ? അപ്പൊ പുള്ളിക്കാരൻ കുഴപ്പമുണ്ടോ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാലോ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തോ. പക്ഷെ ചേട്ടാ ഇന്റർവ്യൂല് എങ്ങനെയാ മാമൻ ആ വരുന്നതാണോ വിജയരാഘവൻ? അതാരായിനി? ഇതിനെയാണോ ഞാൻ എന്തുണ്ട് വിശേഷം?
ഹായ് 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 സുഖല്ലേ? ഹായ് 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 ബിൽറ്റ. ബിൽറ്റ. Yeah. ഞാൻ ആരെന്നറിയോ? ആ ഇരിക്ക്. ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സിലെ ബെഡ് ബോയ് ആണോ ഞാൻ? ബെഡ് ബോയ്സ് ഇവരെന്നെ പ്രാങ്ക് ചെയ്യുന്നതാണോ? ആണോ? അല്ല 1 സെക്കൻഡ്. എന്താ ഗൈസ്? എന്താണ് ഗൈസ്? ഹാപ്പി ഓണം. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? റിലേറ്റഡ് ഹാപ്പിയാണ്. ആ ബിലേറ്റഡ് ആണ്. ഹാപ്പി ഓണം നല്ലായിരുന്നു. അല്ല ഓണം നല്ലതായിരുന്നു. ഒരു 2 മിനിറ്റ്സ് എനിക്കൊന്ന് ശ്വാസം വിടാൻ. വെള്ളം വേണോ? വെള്ളം ഇച്ചിരി കുടിച്ചായിരുന്നു. ഞാനും കുറച്ച് കുടിക്കാം. ഉണ്ടോ വെള്ളം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ വെള്ളം അവിടെ പോയി കുടിച്ചോട്ടെ. കുഴപ്പമില്ല, ഇവിടെ ഇരുന്ന് കുടിച്ചോ. വെള്ളം ഉണ്ടോ അവിടെ? പടം കണ്ടോ? ബാഡ് ബോയ്സ് ഉണ്ടോ? ഇല്ല ഇല്ലേ? കണ്ടപ്പോ ബാഡ് ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പടം കണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇല്ല, ഞാൻ പക്ഷേ അതിന്റെ ട്രെയിലറിലൊക്കെ കണ്ടായിരുന്നു. ട്രെയിലറിലാണോ എന്നെ കണ്ടേക്കുന്നത്? അല്ല, ഞാൻ കുറെ മൂവീസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാൻ പറയാം. പറയ്. ഒരു മിനിറ്റ് ആലോചിക്കട്ടെ. ഒരു ഭയങ്കര വൈറലായിട്ടുള്ള സോങ് ഒക്കെ ഉള്ള ഒരു മൂവി ഇല്ലേ? ഏതാണത്? മൂവിയുടെ പേര് ഞാൻ പേരറിയാതെയാണോ? എബ്രഹാമിന്റെ സന്തതികളിലുണ്ട്. ഉണ്ടോ? ആ ഇല്ലേ? അത് ഞാനാണോ? അല്ലേ? എനിക്കറിയാത്ത എന്റെ കന്നഡ വെച്ചിട്ടെങ്കിൽ മനസ്സിലായി. കന്നഡ ഇപ്പൊ മനസ്സിലായോ? ആണ്. പാരാ? എബ്രഹാമിന്റെ സന്തതികളുടെ ആള് തന്നെ. അതാരാണ്? പേര് ഞാൻ ആന്റണി എന്നല്ലേ? ആന്റണി പെപ്പെ. കൊണ്ടല് പടം. ബാഡ് ബോയ്സ് അല്ല, കൊണ്ടല്. ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാ? കുറച്ച് വെള്ളം പറഞ്ഞില്ലായിരുന്നോ നമ്മളെ ഇന്റർവ്യൂ? ബിറ്റുവിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനാ വന്നേക്കുന്നത്. ബിൽറ്റ. അതുപോലെ തന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്യണോ? ആന്റണി തന്നെ പറഞ്ഞാലും ഞാൻ തിരിച്ചൊരു പണി തന്നാണ്. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഈ ബാബു ആന്റണി ആണോ ഉദ്ദേശിച്ചത്? ബാബു ആന്റണി അല്ലല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണോ ഇത്? ചെയ്യും. നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും. അവരെങ്ങനെ എന്ത് തുടങ്ങാനാ? അല്ലാതെ പിന്നെ ഇപ്പൊ ജേർണലിസം പഠിച്ചിട്ടില്ലേ? ഇല്ല. ജേർണലിസം പഠിച്ചു പിന്നെ എന്നാത്തിന്റെ ആങ്കറിങ് അവരോട് തൂക്കിയെടുത്തോണ്ട് വരുന്നത്. അതപ്പോ ആ കുട്ടിക്ക് കുറച്ച് വെള്ളം കൊടുക്കും. കുറച്ച് വെള്ളം മേടിക്കും. ഞാൻ ഇങ്ങനെ എല്ലാ മൂവീസും കാണാറില്ല. ഇപ്പോഴാണ് ഞാൻ ഈ ഇന്റർവ്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ മൂവീസ് കണ്ടു തുടങ്ങിയത്. ബട്ട് ബാഡ് ബോയ്സ് ഞാൻ കണ്ടില്ല. നിങ്ങൾ സിനിമയ്ക്കൊന്നും പോകാറില്ല? സിനിമയ്ക്ക് അല്ല, ആ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ചോദിച്ചതേ ഉള്ളൂ. എല്ലാ സിനിമയും ഞാൻ കാണാറില്ല. വെള്ളം കിട്ടോ എനിക്ക്? പറഞ്ഞോ. എല്ലാ ഫിലിമും ഞാൻ കാണാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷെ എബ്രഹാമിന്റെ സന്തതികൾ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൂവി എങ്ങനെയാണെന്ന് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ബട്ട് അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിറ്റൊക്കെ ആയിരുന്നെന്നാണ് പറയുന്നത്. നല്ല മൂവി അത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പാവം ഞാനും എന്റെ ചേട്ടനായിട്ട് മമ്മൂക്കയും അഭിനയിച്ചിട്ടുണ്ട്. അതെ, അതാ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. നമ്മളാരും അറിയത്തില്ല എന്ന് പറയോ? ഇല്ല. അത് എന്താ അറിയോ, ഞാൻ പാനിക്. ചേട്ടാ ഇൻട്രോ എന്ന് പറയാൻ ഇൻട്രോ എന്തെങ്കിലും. ഓക്കെ പറഞ്ഞോളൂ. ഐ എം സോ സോറി. എന്നോടൊന്നും തോന്നരുത്. എനിക്ക് എന്ത് തോന്നാനാണ്? കുട്ടിയെടുത്ത് എനിക്ക് അയ്യോ അതല്ല. പേരെന്താണെന്ന് പറയൂ. എന്റെ പേര് ബിൽറ്റ. എങ്ങനെ വേണമെങ്കിലും ബിൽറ്റയുടെ പേര്. ഇനിയിപ്പോ ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞ പോലെ കുട്ടി എന്റെ പേര് പറയൂ. കമോൺ, ഇങ്ങോട്ടിരിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. ഞാൻ പ്രിപ്പയർഡാ. ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. വീഡിയോ ഓൺ ആണോ? ആങ്കർ ചെയ്യാൻ വരുന്ന ആളുടെ പേര് നമുക്കറിയാം, ഗസ്റ്റിന്റെ പേര് അറിയുന്നില്ല. ഏതായി ചാനല്? എനിക്കറിയാം. ചാനലിന്റെ പേര് അറിയാം. എത്രാമത്തെ ഇന്റർവ്യൂ? മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ തേർഡ് വൺ. ഫോർത്ത് ആണോ? ഫസ്റ്റ് ആരായിരുന്നു ചെയ്തത്? മണികണ്ഠൻ പട്ടാമ്പി. മ്യൂസിക് ഡയറക്ടർ അല്ലേ? ഇപ്പൊ
നമ്മൾ സെറ്റായി. ആ അത് ഞാൻ ഈ അറിവൊന്നും സന്തോഷായി. ഇങ്ങനെ ലെവലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. മ്യൂസിക് കറക്റ്റ്. ആ. ഇപ്പൊ ശരിയായി. ഞാനൊരു കമ്പനി തരുന്നുണ്ട് അതിന് വേണ്ടി പറഞ്ഞ. കമ്പനി തരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് മേരി മെറ്റിൽഡയുടെ ആണ്. ആരായിരുന്നു ഓർമ്മയില്ലേ? എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. എന്നാ വേണ്ട. ഞാൻ ചെറുപ്പം തുടങ്ങിയ സിനിമ കാണാത്താരനെ കുട്ടിയുടെ പോലെ. ഓക്കെ. സെന്റ് ട്രീസാസിലെ ടീച്ചറാണോ പുള്ളിക്കാരി? സെന്റ് തെരേസാസിലല്ല, മഹാരാജാസിലെ. കോളേജ് മാറിപ്പോയത്. ഓക്കെ നൈസ്. അപ്പൊ പിന്നെ അടുത്താരായിരുന്നു? അത്രയും പേരെ ചെയ്തു. പിന്നെ ഒരു മെന്റലിസ്റ്റിനെ ചെയ്തു. ആണോ? അങ്ങനെയാണ് ഇങ്ങനെ. ശ്രീനാഥ്. അന്നേ പുള്ളി തന്നെ. ഓക്കെ ഇൻട്രോ പറയട്ടെ ഞാൻ. പറഞ്ഞു കേക്കട്ടെ. കൈകൊട്ടി എന്തോ കാക്കയെ വിളിക്കുക. അതിനൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എബ്രഹാമിന്റെ സന്തതികൾ എന്ന ഹിറ്റ് മൂവിയിലൂടെ പ്രശസ്തനായ ആന്റണി ചേട്ടനാണ്. താങ്ക് യു. അല്ലേ എന്റെ പള്ളിയിലിട്ട പേര് വരെ അറിയാം. എന്റെ പള്ളിയിലിട്ട പേര് ആന്റണി എന്നാ. മോഹൻലാലോ ചേട്ടാ ഇവരെല്ലാരും കൂടി എന്നെ പ്രാങ്ക് ചെയ്യുന്ന. ഐ ആം സോ സോറി. ഓക്കെ പക്ഷെ നമുക്ക് ഇപ്പൊ പരിചയപ്പെടാം. കറക്റ്റ് അല്ലേ ആന്റണി? എന്റെ പേര് ആന്റണി എന്നാ. എന്റെ ബാപ്റ്റൈസ്ഡ് നെയിം ആന്റണി എന്നാണ്. ശാന്തനോ? ശാന്തമായിട്ടിരിക്കും. ഇവര് ബാക്കിൽ നിന്ന് എന്തൊക്കെ പേരൊക്കെ പറയുന്നു. പോരെ. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിനോട് ചോദിക്കണ്ടേ? ഇല്ല ഞാൻ ഇപ്പൊ പറയാം. ചേട്ടാ ഇതൊന്ന് കട്ട് ചെയ്യണേ. ഇത് കട്ട് ചെയ്യണം. ഗൂഗിൾ ചെയ്യുന്ന കട്ട് ചെയ്യത്തില്ലേ? ഇത് മാത്രം നമ്മൾ എഡിറ്റ് ചെയ്ത് കരിയർ പോടെ. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളുടെ പേര് അറിയില്ല പറഞ്ഞിട്ട് എനിക്ക് ട്രോളാവും. ഇതുവരെ എനിക്ക് ട്രോൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. ആണോ? ഇനിയിപ്പോ എനിക്ക് കിട്ടിക്കോളും. എബ്രഹാമിന്റെ സന്തതികൾ കാസ്റ്റ് ആന്റണി, സൺ ഓഫ് ആന്റണി. എങ്ങനെ കണ്ടോ? ആൻസൺ ആണോ? അയ്യോ നമ്മള് പരിചയമില്ലായിരുന്നു. ആൻസനാന്നേ. ഒരു മിനിറ്റ്, എന്റെ ഗൂഗിൾ ഒന്നും വർക്ക് ആവുന്നില്ല. ഒറ്റ സെക്കൻഡ്. ജാമർ വെച്ചേക്ക ഇവിടെ സ്പെഷ്യൽ ആയിട്ട്. എന്തായിരുന്നു ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേര് അത് പേരിന്റെ ഇപ്പൊ എന്നാ ഇരിക്കുന്ന വെച്ചേ. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കാം. അപ്പു ചേട്ടാ ഒരു 2 minutes. ഇത് ഇന്റർവ്യൂ കഴിഞ്ഞ എനിക്ക് പോണ്ട. ഇല്ല ഒരു മിനിറ്റ്. ബാഡ് ബോയ്സിന്റെ കാസ്റ്റ് ഇംഗ്ലീഷ് ബാഡ് ബോയ്സിന്റെ കുഴപ്പമില്ല. ഹോളിവുഡിൽ ചെയ്യാൻ ആഗ്രഹമില്ല വന്നത്. സോറി. AC വർക്ക് ചെയ്യുന്നില്ല അവിടെ? AC ഉണ്ടോ? ശബ്ദം വരും അല്ലേ? സി ആൻസൺ. സി യെസ് ആന്റണി ആൻസൺ. കുറച്ച് സ്പെല്ലിംഗ് അല്ലേ വ്യത്യാസമുള്ളൂ. കുഴപ്പമില്ല. കുട്ടിയുടെ സ്പെല്ലിംഗ് ഞാൻ മാറ്റി പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ലേ? അല്ല ഉണ്ട്. മാറ്റി വിളിച്ചു. അപ്പം ഒന്നുകൂടി, എബ്രഹാമിന്റെ സന്തതികൾ ഇപ്പൊ ഇറങ്ങിയ ഇറങ്ങിയത് കുറച്ച് കാലമായിരുന്നു. 2018 ഇറങ്ങി. അതെനിക്കറിയാം. ഞാൻ ഇപ്പൊ ഗൂഗിളിൽ നോക്കിയിട്ടല്ലേ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്കറിയാം. ഓക്കെ അപ്പം ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ല. വേറെ ഒന്നും ചോദിക്കാല്ലേ? ഗൂഗിളിനകത്ത് പേര് മാത്രമേ നോക്കാറുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും അല്ലേ? അല്ല ഞാൻ സാധാരണ ഒരാളെ പരിചയപ്പെടുമ്പോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരേ ഫോർമാറ്റ്, ഒരേ ക്വസ്റ്റ്യൻസ് ആണ്. ഇല്ല ഉത്തരങ്ങൾ മാത്രം വ്യത്യാസമുള്ളൂ. ഇല്ല പഠിച്ച് കേക്കട്ടെ. ഞാനിപ്പോ വർക്ക് ചെയ്യാ. ഇവിടെ ആയിരിക്കും. ഇവിടുത്തെ ജോലി പെട്ടെന്ന് പോകും. ഇവിടെ അല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാം. 2 ജോലിയുണ്ട്. 2 ജോലിയുണ്ട്. ദിസ് ഈസ് മൈ പാഷൻ, ദാറ്റ് ഈസ് മൈ കരിയർ. ഇത് രണ്ടും ഒരുമിച്ച്. പാഷനായിട്ടാണോ ഈ ആൾക്കാര് മലയാളം ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാരുടെ പേരൊന്നും അറിയാതിരിക്കുന്നത്? ഈ ഓണം റിലീസ് ആയ ആൾക്കാര് എന്താ അറിയോ, പെട്ടെന്ന് കണ്ടപ്പോ വിജയരാഘവൻ ഉള്ളിൽ കിടക്കുന്നു. അപ്പൊ ആൻസർ വിചാരിച്ചോ ഞാൻ. ഗായ്സ് മാരീഡ് ആണോ? അല്ല. ഓക്കേ. അതാണോ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കട്ടെ ചേട്ടാ. കുട്ടിയുടെ ഡീപ്പ് മാരേജിലാണ്. ഡീപ്പായിട്ട് ചോദിച്ചു തുടങ്ങിയില്ല ഞാൻ. ഇതിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. ഡീപ്പായിട്ട് ആൻസന്റെ ലൈഫിൽ ഞാൻ ആൻസൺ എന്ന് വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഒരു ചേട്ടാന്ന് വിളിക്കുന്നതാണോ? മാമെന്ന് വിളിക്കണം. മാമൻ ആരെയും വിളിക്കാറില്ല. അപ്പൊ വിളിച്ചാൽ ചിലപ്പോ ഞാൻ ചെവി കേൾക്കണമെന്നില്ല. വിളിച്ചോ, കുഴപ്പമില്ല. ഇല്ല ആൻസൺ എന്താ എല്ലാരും കൂടുതൽ വിളിക്കാറ്? ആൻ, സൺ. എന്റെ ദൈവമേ, കുട്ടിക്ക് എത്ര വയസ്സായി? കൂടുതൽ പ്രായം എന്നെ കണ്ട എത്ര വയസ്സ് തോന്നുന്നു? എട്ടും പൊട്ടും തെറിയാത്ത പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ശരിക്കും ഇങ്ങനെയല്ല. അല്ലേ? പുറത്ത് കാണിക്കരുത് പ്ലീസ്. ആണോ? ഇത് പുറത്ത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയാണോ?
ഞാൻ ശരിക്കും ഇങ്ങനെ ഞാൻ കുറച്ചുകൂടി ഓക്കെയാണ്, പക്ഷെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് പാനിക് എവിടെ ആയി. വീട്? കോതമംഗലം കോതമംഗലം. അറിയോ? അറിയാം, കേട്ടിട്ടുണ്ട്. Yeah. ഇവിടെ എല്ലാരും ഇങ്ങനെയാ എല്ലാവരും ഇങ്ങനെയല്ല, ഞാനിങ്ങനെ ആക്ച്വലി ഞാൻ ഇങ്ങനെ അല്ല. അല്ലേ? അല്ല ഞാനിങ്ങനെ ഞാനിങ്ങനെയാണ്, ഞാനിങ്ങനെയല്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ ഇങ്ങനെ ആവും, ആയി പോകുന്നതാണ് കുറച്ച് അല്ലേ? കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. ഓക്കെ, ആ സമയം അത് എങ്ങനെയല്ലേ, ഇപ്പൊ പെട്ടെന്ന് ആൻസിനെ ഒരു മൂവിയിലേക്ക് വിളിക്കുകയാണ്, ആരുടെ കൂടെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇവര് വേറെ ആളുടെ പേരാ പറയുന്നത്. പെട്ടെന്ന് മോഹൻലാലും മമ്മൂക്കന്റെ കൂടെ ഫൈറ്റിന്റെ ഷൂട്ടാ ചെയ്യണേന്ന് പറഞ്ഞ പെട്ടെന്ന് പാനിക് ആവില്ലേ? ആവില്ലെന്ന് പറയും, ചുമ്മാ പറയാവുന്നു. എന്തിനാ ഉള്ളേ? ഇല്ല ഞാൻ പാനിക് അല്ല, പക്ഷെ ഭയങ്കര എനിക്ക് ക്വസ്റ്റ്യൻ എക്സൈറ്റഡ് ആവും. ഞാനൊക്കെ അങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ പോയിട്ട് അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത്. എക്സൈറ്റഡ് ആയാലും ചോദിക്കാൻ ചോദ്യങ്ങൾ അറിയണല്ലോ, അവരുടെ പേരെങ്കിലും അറിയണല്ലോ. ഓക്കെ, നമുക്ക് ചോദ്യങ്ങള് അല്ലേ, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടല്ലേ എല്ലാവരുടെ അടുത്തും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അതെ സൈലന്റ് ആക്കി ഞാൻ വെക്കാം. പറയാം ക്വസ്റ്റ്യൻസ്. ആ പറഞ്ഞു. ഓക്കെ, ഉം. മൂവിയിലല്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിരുന്നു തിരഞ്ഞെടുക്കുക? എന്തായാലും ആങ്കറിങ് തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കത്തില്ലായിരുന്നു. അതെന്താ? എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഒരുക്കുന്ന കാണാൻ ടിഷ്യൂ എടുത്ത് വെച്ചോളൂ, കുഴപ്പമില്ല. ഒപ്പാനാണോ? ഇടയ്ക്ക് ഒപ്പണ്ടി വരും. തുണ്ടാണ്, തുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് മുമ്പുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇപ്പൊ എടുക്കാം. ഇതിന് മുമ്പുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് ടൈം ട്രാവലാ. അല്ല അല്ല, ഇപ്പൊ ഉള്ളത് ഇപ്പൊ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇപ്പൊ എടുക്കാം, പിന്നെ ഇതിന് മുമ്പുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. സോ ആ. നമ്മള് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. അതെ. ടിഷ്യൂസ് ഓഫ് ലൈഫ് എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയും. ആൻസർ ചേട്ടൻ അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു റിപ്ലൈ തരണം. ഓക്കെ, മനസ്സിലായി? ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ മനസ്സിലാവും. പ്രിപ്പയർ ചെയ്തിട്ട് വന്നാണ് അതൊക്കെ. Yeah. വേറെ ആരോ സ്വന്തമായിട്ടല്ല, ജോലി കഴിഞ്ഞ് നേരെ അങ്ങ് ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ഇട്ടോണ്ട് വന്നിരിക്കുക. സോറി, മേക്കപ്പ് എന്ന് കുറച്ചിട്ടുള്ളൂ. ഓക്കെ, KQ എന്ന ചിത്രത്തിൽ ടൊവിനോയെ റീപ്ലേസ് ചെയ്തതാണോ ഹീറോ വേഷത്തിൽ എത്തിയത്? അല്ലല്ല, ആര്യനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ എത്തിയത്. ടൊവിനോനെ റീപ്ലേസ് ചെയ്തിട്ടല്ല. KQ ഏതാ മൂവി? ഗൂഗിൾ ഉണ്ടല്ലോ കൊച്ചേ, എടുത്ത് നോര്. നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നേ? ഓക്കെ, അപ്പൊ ആര്യോ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? ആര്യ എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു സിനിമാ നടനുണ്ട്. തെലുങ്കിലെ ആര്യ. ഓ, തമിഴിലെ ആര്യ. യെസ് യെസ്, എനിക്കറിയാം ആര്യ. ഓക്കെ ഓക്കെ, ആര്യ. ആര്യ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഹീറോയിൻ ഉണ്ടായിരുന്നു മറ്റേ ബാഡ് ബോയ്സിൽ. ആര്യ. ആ കുട്ടീനെ പറ്റി പറയൂ. ഇത് കട്ട് ചെയ്യണേ. ഓക്കെ, ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് ആൾക്കാരെ കാണിക്കാനാണ് എനിക്ക് ഇഷ്ടം, പക്ഷെ ഇതെന്റെ കയ്യിൽ നിന്ന് പോയി. ബട്ട് ദാറ്റ്സ് ഓക്കെ. ആൻസൺ പിടിവാശിയുള്ള കൂട്ടത്തിലാണോ? കണ്ടിട്ട് ഇങ്ങനെ തോന്നി. അതേം തോന്നുന്നു, നല്ല പിടിവാശി കുഴപ്പമില്ല. ആണോ? അതെ, ആണ്. അങ്ങനെ എന്തെങ്കിലും പിടിവാശിയുള്ള കൂട്ടത്തിലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ലൈഫിൽ? ആരെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടോ? ഐ മീൻ ഫ്രണ്ട്സ് ആവാം, അങ്ങനെയല്ല, ഫ്രണ്ട്സ് ആവാം. ഒത്തിരി പിടിവാശി നമുക്ക് എല്ലാവർക്കും പറ്റണം എന്നില്ലല്ലോ. പിടിവാശി കൂടുതലായി കഴിഞ്ഞാൽ കുറെ പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലാതെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നല്ലേ പിടിവാശി. സഹകരിക്ക് ചേട്ടാ. സഹകരിക്കാനും എന്റെ ദൈവമേ, അർത്ഥം മാറും. ഞാനും പറഞ്ഞു സഹകരിക്കാൻ എങ്ങനെ എനിക്ക് പറ്റും. സപ്പോർട്ട് ചെയ്യാം. എവിടെയാണ് പിടിവാശി ഇല്ല. പിടിവാശി ഉണ്ട്. പിടിവാശി ഇല്ലെന്നോ? അല്ല, പിടിവാശി ഉണ്ട്. എന്നിട്ടെന്തോ പിടിവാശി ഉണ്ട് അതല്ലേ ചോദിച്ചേ? അല്ല, ഇപ്പൊ പിടിവാശിയുടെ പേരില് ഒന്ന് നഷ്ടപ്പെടേണ്ടി ഒന്നും വന്നിട്ടില്ല. ഒരുപാട് പെണ്ണ്. പക്ഷെ അതില് കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുറ്റബോധവും ഇല്ല, പക്ഷെ വിഷമമുണ്ട്. ഓക്കെ ആണോ? ആൻസർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. എന്താണ് ഇവിടെ പിടിവാശിയായിട്ട് വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇല്ലേ? സമയാവുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ കുറെ പൊക്കോളൂ. ഇനി അപ്കമിങ് മൂവീസ് ഏതെങ്കിലും ചെയ്തു തുടങ്ങിയോ? എന്താണ് ഭാവി പ്ലാൻസ്? ഭാവി പ്ലാൻസ് ഇങ്ങനെ പല ഇന്റർവ്യൂസും കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു തമിഴ് തെലുങ്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലു അർജുൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. അപ്പൊ അതിനകത്ത് ഞാൻ അല്ലു അർജുൻ ഫാനാണ്. ആണോ? അപ്പോ പുള്ളിനെ പറ്റി അറിയുമല്ലോ. അപ്പൊ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ് തെലുങ്കാണ്. അത്
രാജേഷ് എം സെൽവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ. സോ പുള്ളിക്കാരൻ മറ്റേ തൂങ്കാവനം, കടാരം കൊണ്ടാൻ അറിയാവോ പടങ്ങൾ? പ്രേക്ഷകർക്ക് അറിയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. തൂങ്കാവനം, കടാരം കൊണ്ടാൻ എന്ന് പറയുന്ന സിനിമകളുടെ ഡയറക്ടറാണ്. അവിടെ നോക്കി പറയാം. അപ്പോൾ ആദ്യത്തെ പടം കമലഹാസൻ സാറായിരുന്നു ചെയ്തത്. പിന്നെ രണ്ടാമത്തെ പടം വിക്രം സാറാണ് ചെയ്തത്. മൂന്നാമത്തെ പടം ഞാൻ ചെയ്തു. ചോദിക്കൂ. അല്ല എത്രേ ഉള്ളൂ? കഴിഞ്ഞോ? കഴിഞ്ഞതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഞാൻ പോട്ടെ. കഴിഞ്ഞോ? എന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ലേ? അയ്യോ ഇല്ല. എന്ത് പറ്റി? ഓ എന്തിനാ, പ്രായമാവട്ടെ, കുറച്ചുകൂടി പ്രായമാവട്ടെ. പ്രായമായിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ജസ്റ്റ് കല്യാണം, പ്രേമം, പരിപാടീസ് ഒന്നുമില്ല? ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ സോ അപ്പം ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ഗൈസ്. ഈ പ്രേമം, റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഐ എം നോട്ട് ഇൻടു സിറ്റുവേഷൻഷിപ്സ്. അങ്ങനെ? ഐ ഡോണ്ട് ലൈക്ക് സിറ്റുവേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് ഇഷ്ടമാണോ? ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ. പറയൂ. അല്ല ഇത് വൈൻഡ് എങ്ങനെ? ഈ വൈൻഡ് അപ്പ് ചെയ്യാൻ വേറെ വല്ല എടുത്തോണ്ട് വരണം. ഓക്കെ സോ So it was fun having a chat with you. ഞാൻ പറഞ്ഞു തുടങ്ങാം. നിക്ക്. അങ്ങനെയല്ല, വേറെയാണ്. അല്ല പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല. I am prepared നോക്കി. ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നോണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോയി. ഓക്കെ സോ ആൻസൺ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് താങ്ക് യു. സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ അവിടുന്ന് എനിക്ക് പോകാതിരിക്കുന്ന സപ്പോർട്ട് അല്ലേ വെച്ചത്? അതെ അതെ അതെ. ദാറ്റ്സ് ട്രൂ. എന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതൊന്നും പരിഗണനയിലില്ല. ഇല്ല ഇല്ല ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എണീറ്റ് പോവാത്തതിന് നന്ദി. ഓക്കെ അപ്പോൾ ഞാൻ അഭിപ്രായം അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ സോ അഭിപ്രായങ്ങൾ ബാക്കി കമന്റ് ബോക്സിൽ വരും. ജോലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതൂ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആൻസൺ ആയിരുന്നു. നമ്മൾ കുറച്ചു നേരം ചാറ്റ് ചെയ്തു, നമ്മൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനിയും നല്ല നല്ല സിനിമകളുടെ ഒരു ഭാഗമാവാൻ കഴിയട്ടെ. ഇതുപോലെ അല്ലാതെ നല്ല രീതിയിൽ കാണാൻ കഴിയട്ടെ. അതിനല്ല, ഈ സിറ്റുവേഷനിലല്ലാതെ. സിറ്റുവേഷൻഷിപ്പ് ഇഷ്ടമല്ല. ഇനിയും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ കാണാം. ഞാൻ പോട്ടെ. നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നോ? ഇനി അടുത്ത ശരിക്കുള്ള ആങ്കർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരിക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കണം. സ്ഥലം മാറൂ പ്ലീസ്. പറയൂ. ഓക്കെ അല്ലേ? ഐ എം സോ സോറി. ഓക്കെ, നോ വറീസ്, നോ വറീസ്. നിനക്കല്ലേ പഠിക്കുന്നേ. ഇനിയുണ്ടോ? ഞാൻ പോവാ. എല്ലാം കേൾക്കും. ഇവിടെ വന്നിരിക്കും. നമുക്ക് രണ്ടുപേർക്കും സെഗ്മെന്റ്. അങ്ങനെ പറയരുത്. ഇത് ഇവിടെ വാ, ഒരു ചേർത് നമുക്ക് ഒരുമിച്ചിരിക്കും. കമോൺ കമോൺ, ബാ ബാ ഇരിക്കോ. ഈ ബാ ബാ ഇരിക്കോ. അതറിയില്ല. ബാ ഇരിക്കേ. ഇന്റർവ്യൂ അത് കുഴപ്പമില്ല. ഓ പിന്നെ ബാഗ് മമ്മി വഴക്ക് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിച്ച് പറഞ്ഞുതരാം. മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ വിടാതെ. ഇരുന്നു ഇവിടെ ഇരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബിൽറ്റ് ആന്റണി ഇന്റർവ്യൂ ചെയ്തപ്പോ? അടിപൊളി അനുഭവം. എങ്ങനെ ഉണ്ടായിരുന്നു ബിൽറ്റ്? വളരെ മികച്ച അഭിപ്രായമാണ്. വളരെ മികച്ചതായിരുന്നു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിലൂടെ ഒക്കെ അറിയിക്കുന്നതായിരിക്കും. ബിൽറ്റ, ഇനി ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് സംസാരിച്ചിരിക്കട്ടെ. അല്ല ബിൽറ്റ, അപ്പൊ കുറച്ച് സമയം അങ്ങോട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് സംസാരിക്കാം. താങ്ക് യു. സോറി. ഓക്കെ, നോ വറീസ്. യാ താങ്ക് യു. അടിപൊളി. ടേക്ക് ഇറ്റ് ആസ് എ ഫൺ. ഓക്കെ യാ.